ഈ വീഡിയോ ഒന്ന് കണ്ടോക്കിയേ. 15 കോടി രൂപ ശ്വേതയുടെ വിശ്വാസ്യതയില് അദാനി ഗ്രൂപ്പ് ഇവിടെ കുറെ പരിപാടികളുണ്ട്. ദക്ഷിണ അങ്ങനത്തുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സിനിമാ രംഗത്തുണ്ടായിരുന്ന ആൾക്കാർക്ക് കരുതലായിട്ട് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കുറച്ച് കൂടുതൽ കൊടുക്കാം, വീട് വെച്ച് കൊടുക്കാം, അങ്ങനെ പല കാര്യങ്ങളും. 15 കോടി രൂപ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും? അപ്പൊ ഇവർക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു സ്ത്രീ വന്നിട്ട് ഇത്രയും പാപവും കാണിക്കുന്നു. ഒന്നാമത്തെ കാര്യം, ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ നിന്നും ശ്വേതയുടെ വിശ്വാസ്യതയിൽ കൊണ്ടുവരുമെന്ന് പറയുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന നേതാവാണ്. ഞങ്ങളുടെ അറിവിൽ അവർ അമ്മയുടെ മെമ്പറല്ല. ശ്വേത പലവട്ടം പറഞ്ഞു അവർ കോൺഗ്രസ് ആണ്. അവർക്ക് കോൺഗ്രസ് ആകാം, BJP ആകാം, CPM ആവാം, അല്ലെങ്കിൽ CPI ആകാം. ഞങ്ങൾക്ക് ആർക്കും അതിൽ ഒരു വിരോധവുമില്ല, ഒരു അയിത്തവുമില്ല. ഇതെല്ലാം തന്നെ ജനാധിപത്യ രീതിയിൽ ഇന്ത്യയിൽ ഉള്ള പാർട്ടികളാണ്. പക്ഷേ ഇവിടെ ഇതിന്റെ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അത് ഞങ്ങൾ എതിർക്കും. അത് ചോദ്യം ചെയ്യുന്ന ഒരാളായിരുന്നു അൻസിബ. അപ്പൊ അങ്ങനെ അമ്മയിലത്തെ ഇഷ്യൂസ് ഒക്കെ ഇപ്പോ പക്ക പൊളിറ്റിക്സ് ആയി മാറിയിട്ടുണ്ട്. അന്നിനെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോ അമ്മയുടെ ഉള്ളിൽ നടക്കുന്ന പൊളിറ്റിക്കൽ പ്രശ്നങ്ങളുണ്ട്, ഒരുപാട് പൊളിറ്റിക്കൽ അജണ്ടകൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു അന്നൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കുറെ പേർക്ക് അറിയായിരുന്നു. പക്ഷെ പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ വിസിബിൾ ആയിട്ടുള്ള തെളിവുകളുണ്ടായിരുന്നില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം അൻസിബിയും മാല പാർവതി നടത്തിയൊരു വാർത്താ സമ്മേളനം ഉണ്ടായാലും മെയിൻ ആയിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ശ്വേത മേനോനിലൂടെ BJP അമ്മയിൽ അവരുടെ പൊളിറ്റിക്കൽ അജണ്ട നടപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ വർഗീയമായിട്ടുള്ള ദുർവീകരണം നടത്താൻ ശ്രമിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഗുരുതരമായിട്ടുള്ള വേറൊരു ആരോപണം മാല പാർവതി ഒരു വോയിസ് അടക്കം പറഞ്ഞിട്ടുള്ളതാണ്. ഈ അദാനി ശ്വേത മേനോൻ വഴി അമ്മയിൽ 15 കോടികൾ നിക്ഷേപിക്കാൻ, അല്ലെങ്കിൽ അമ്മയിലത്തെ ഓരോ കാര്യങ്ങൾക്ക് സംഭാവനയായിട്ട് നൽകാൻ തയ്യാറായിരുന്നു, അല്ലെങ്കിൽ കൊടുത്തു എന്നൊക്കെയാണ് ഈ വാർത്താ സമ്മേളനത്തിൽ മാല പാർവതി പറയുന്നത്. അപ്പൊ അതിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പൊ ആൾക്കാർ ചിന്തിക്കും, ഇങ്ങനെ അദാനി ഫേമസ് ആയിട്ടുള്ള ഒരു സംഘടനയ്ക്ക് പൈസ കൊടുത്തോണ്ട് എന്താണ് പ്രശ്നം, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താണ് കുഴപ്പം എന്നൊക്കെ ആൾക്കാർ ചിന്തിക്കാം. ഓഫ് കോഴ്സ് ഇപ്പൊ സംഭാവന എല്ലാവരും കൊടുക്കും, പൊളിറ്റിക്കൽ പാർട്ടീസിനും അല്ലെങ്കിൽ സംഘടനകൾക്കൊക്കെ ആൾക്കാർ സംഭാവന കൊടുക്കുക, അതൊന്നും പ്രശ്നമില്ല. അല്ലെങ്കിൽ അവർക്ക് വല്ല പരസ്യം കൊടുക്കുക, അതൊന്നും പ്രശ്നമുള്ള കാര്യമില്ല. പക്ഷെ അതില് ഈ ശ്വേത മേനോൻ ഇതുവഴി BJPയുടെ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളൊരു ആരോപണമാണ് ഗുരുതരമായിട്ടുള്ളത്. അത് രണ്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അവരുടെ പ്രശ്നം വരുന്നത്. അപ്പൊ അതൊരു പോയിന്റ്. ഇപ്പൊ നമ്മള് അദാനിനെ എടുത്തു കഴിഞ്ഞാൽ, പണ്ട് ഗുജറാത്തില് നരേന്ദ്രമോദി CM ആയിട്ടിരുന്ന സമയം തൊട്ട് ഈ ഇന്ത്യൻ പൊളിറ്റിക്സിൽ, അല്ലെങ്കിൽ എസ്പെഷ്യലി പൊളിറ്റിക്കൽ കിങ് മേക്കേഴ്സ് ആയിട്ട് അറിയപ്പെട്ട ഒരു വ്യക്തിയാണ് അദാനി. ഇപ്പൊ മോദിനെ വളർത്താൻ അദാനി ഹെൽപ്പും ചെയ്തു, അദാനിനെ ഒപ്പം തന്നെ മോദി വളർത്തി. അതായത് ഇവരൊരു ഗിവ് ആൻഡ് ടേക്ക് ആണ്. അതായത് ഞാൻ വളർന്നതിന്റെ ഒപ്പം വളർന്നുള്ളൊരു പോളിസി ഉള്ളത്. മോദിയാണ് ഇവനെ വളർത്തിയിട്ടുണ്ടാവുക, ഇപ്പൊ മനസ്സിലായിട്ടുള്ള സംഭവത്തിൽ നിന്ന് പറഞ്ഞു മനസ്സിലായില്ലേ. അപ്പോ ഒരു ബിനാമി പോലെ പറയാൻ പറ്റില്ല. എന്നാലും ഓഫ് കോഴ്സ് ഈ BJPക്കും മോദിക്കും നല്ല രീതിക്കുള്ള സപ്പോർട്ട്, ഫിനാൻഷ്യൽ സപ്പോർട്ട് അദാനി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, പണ്ടും ഇപ്പോഴും. അപ്പോൾ അത് ഒരു ഘടകം. അപ്പൊ നമ്മൾ ഇനി കേരള പൊളിറ്റിക്സിൽ എടുത്തു കഴിഞ്ഞാൽ അദാനിയുടെ ഇൻവോൾവ്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അദാനിനെ കേരള പൊളിറ്റിക്സിൽ അല്ലെങ്കിൽ കേരളത്തിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് 2015 ഉമ്മൻചാണ്ടി സർക്കാർ. ഉമ്മൻചാണ്ടിയാണ് ശരിക്കും അഭിനയം പോർട്സിന്റെ കാര്യങ്ങൾക്കായിട്ട് അദാനിനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത്. ഇപ്പോ ഉമ്മൻചാണ്ടിനെ മാത്രം നമ്മൾ പഴി പറയേണ്ട കാര്യമില്ല, കാരണം അത് ഉമ്മൻചാണ്ടി വഴി അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വഴി വന്നിരിക്കും. അത് ഓഫ് കോഴ്സ്, കാരണം അതൊരു സ്പ്രെഡിങ് ആണ് ശരിക്കും, ഈ വെനം പോലെ സ്പ്രെഡ് ആവും അത്. അദാനി അത് കോർപ്പറേറ്റ്സ് എല്ലാവരും. ഇപ്പൊ നമ്മളിപ്പോ അദാനിനെ പറയുമ്പോഴും അതിലൊരു വേറെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഇപ്പൊ എല്ലാ കോർപ്പറേറ്റ്സും, ഇപ്പോ കമ്മ്യൂണിസ്റ്റുകാരുടെ പെർസ്പെക്റ്റീവ് പോലെ എല്ലാ കോർപ്പറേറ്റ്സും പൊട്ട ആൾക്കാരുന്നോ അല്ലെങ്കിൽ മുതലാളി വർഗം ഇല്ലാണ്ടാവണം എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് അല്ല. കാരണം ഈ തൊഴിലവസരങ്ങൾ വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു നാട് നന്നാവണമെങ്കിലും ഇതുപോലത്തെ കോർപ്പറേറ്റ്സ് വേണം. അത് നമ്മൾ ഇന്റർനാഷണൽ ലെവലിൽ അമേരിക്ക പോലത്തെ വികസിത രാജ്യങ്ങൾ എടുത്താലും കോർപ്പറേറ്റ്സും പൊളിറ്റിക്സും ഓഫ് കോഴ്സ് ഒരു അവിശുദ്ധ ബന്ധം ഉണ്ടെങ്കിലും ഈ ബിസിനസ്സുകൾക്കും അല്ലെങ്കിൽ പറഞ്ഞ പോലെ ഈ കോർപ്പറേറ്റ്സിനും ഭയങ്കര ഇമ്പോർട്ടൻറ്റ് ഉണ്ട് നാടിന്റെ വളർച്ചയ്ക്ക്. പറഞ്ഞു ബിസിനസ്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് ട്രേഡ്, ബിസിനസ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇപ്പോൾ വിഴിഞ്ഞം പോർട്ടൊക്കെ വളരെ കേരളത്തിന് ഉപകാരമുള്ള സംഭവം തന്നെയാണ്, അത് നല്ല രീതിക്ക് പോവുകയാണെങ്കിൽ. അപ്പോൾ അതിനുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അദാനിയുടെ ഒപ്പം ഈ BJP എന്നുള്ളൊരു ശക്തി ഉള്ളതുകൊണ്ട് ഈ അദാനി ഇവിടെ ഓരോ കാര്യങ്ങൾക്ക് വരുമ്പോഴും അവരുടെ ഈ ഒരു പൊളിറ്റിക്കൽ അജണ്ടയും കൂടെ ഒപ്പം വരും. പറഞ്ഞു മനസ്സിലായി. അപ്പോൾ അവരൊരു കാര്യം നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ ഇപ്പോൾ ഓഫ് കോഴ്സ് പൊളിറ്റിക്കൽ പാർട്ടീസിന് ഫണ്ട് കൊടുക്കുക. അത് BJPക്ക് മാത്രമല്ല, കോൺഗ്രസിനും CPM ഒക്കെ കൊടുത്തിട്ടുണ്ടാവാം. BJPക്ക് വിസിബിളി കൊടുത്തിട്ടുണ്ട് ഇലക്ട്രൽ ബോണ്ട് വഴിയൊക്കെ. അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോൾ ഒപ്പം തന്നെ അതിനൊപ്പം തന്നെ ഇവരൊരു പൊളിറ്റിക്കൽ ദുർവീകരണം അതും നടത്താൻ ശ്രമിക്കും. ഞാൻ പറഞ്ഞു മനസ്സിലായ, BJPയുടെ ഒരു അജണ്ട ഇവിടെ നടപ്പിലാക്കാൻ അവർ ശ്രമിക്കും. അതാണ് ഇവിടെ ഒരു പ്രോബ്ലം ആയിട്ട് പൊളിറ്റിക്കൽ ആയിട്ട് ഒപ്പോസിഷൻസ് പറയണത്. ഇപ്പൊ നമ്മുടെ രാഹുൽ ഗാന്ധി മോദി അദാനി അല്ലെങ്കിൽ മോദി അംബാനി എന്ന് പറഞ്ഞ് ഈ അതേ മോദിയുടെ പ്രതിനിധികൾ കാണാനാണ് നമ്മുടെ VD സതീശൻ എലക്ഷൻ റിസൾട്ട് വന്ന് ജയിച്ചു കഴിഞ്ഞിട്ട് ആളെ മുഖ്യമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കുന്ന തൊട്ട് മുമ്പ് കാണാൻ പോയത്. അപ്പൊ അതൊന്നും രാഹുൽ ഗാന്ധിക്ക് ഒന്നും പറയാനൊന്നുമില്ലേ? അതായത്
കേരളത്തിന്റെ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് ജയിച്ച പാർട്ടിയുടെ മുഖ്യമന്ത്രി ആവാൻ ചാൻസ് ഉള്ള വ്യക്തി മുഖ്യമന്ത്രി ആക്കാൻ തർക്കം നടക്കുന്ന സമയത്ത് തന്നെ ധൃതി പിടിച്ച് ചാർട്ടേഡ് ഫ്ലൈറ്റിൽ അദാനി ഗ്രൂപ്പിലെ പ്രതിനിധികൾ കാണാൻ പോകുന്നത്, അതിന് ഫോട്ടോസൊക്കെ ഉണ്ട്, കാണാൻ പോകുന്നതിൽ ഒരു വശപശകവും ആൾക്കാർക്ക് രാഹുൽ ഗാന്ധി തോന്നണല്ലേ, കോൺഗ്രസ്സുകാർക്ക് തോന്നണല്ലേ. അതിപ്പോ വാർത്തയിൽ നിന്ന് അത്ര ഹൈപ്പായിട്ട് ഇപ്പൊ പിന്നെയും പറഞ്ഞു തുടങ്ങിയെന്നുണ്ടെങ്കിലും അന്ന് ആരും കാണിച്ചില്ല. ബിഗ് ടി വി ആണ് അത് പുറത്തു കൊണ്ടതെന്ന് തോന്നുന്നു. മറ്റേ ഏഷ്യാനെറ്റ് ഒന്നും കാണിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം ഏഷ്യാനെറ്റ് കാണിക്കില്ലല്ലോ. ഓഫ് കോഴ്സ് ഏഷ്യാനെറ്റിന്റെ പൊളിറ്റിക്കൽ അജണ്ട എല്ലാവർക്കും അറിയാം. അവര് കോൺഗ്രസിനെ പ്രത്യക്ഷത്തിൽ സപ്പോർട്ട് ചെയ്ത് സൈലന്റ് ആയിട്ട് BJP-നെ സംരക്ഷിക്കുന്ന ഒരു ചാനലാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷന്റെ ചാനലാണ് ഏഷ്യാനെറ്റ്. അത്രയും പറഞ്ഞ കഴിയുക കാര്യം അതവിടെ കഴിഞ്ഞു. അപ്പോൾ കേരള മാധ്യമങ്ങൾ അത്രയ്ക്ക് അത് സോഷ്യൽ മീഡിയയിലേക്ക് ഇതിന് വൈറലായിരുന്നു. ഇപ്പോൾ ഇടത് ഗ്രൂപ്പ്സ് ഒക്കെ അത് ഈ അദാനിനെ കാണാൻ പോയ VD സതീശന്റെ ആ ഫോട്ടോസ് കിട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊരു ഘടകം. അപ്പൊ ഈ ശ്വേതമേനൻ വഴി അദാനി അമ്മയിലേക്ക് പൈസ കൊടുക്കുന്നതും അല്ലെങ്കിൽ VD സതീശൻ ഈ അദാനി ഗ്രൂപ്പിന്റെ പ്രതിനിധികൾ കാണാൻ പോണതും ഈ കാര്യങ്ങൾ കൂട്ടി വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയൊരു വരും 5 വർഷത്തിൽ കേരളത്തിന്റെ പൊളിറ്റിക്കൽ ജിയോഗ്രഫി തന്നെ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് അദാനി ആയിരിക്കും. പറഞ്ഞ മനസ്സിലായ? അതിപ്പോ നമ്മള് VD സതീശനും BJP-നും പറയണ പോലെ തന്നെ ഒപ്പം തന്നെ പ്രതിപക്ഷത്തിരിക്കണ പിണറായി വിജയൻ 10 വർഷം ഭരിച്ചിരുന്ന സമയത്താണ് ഈ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന അദാനിയുടെ ഈ വിഴിഞ്ഞം പോർട്ട് സംഭവത്തെ കൂടുതൽ ഉത്തേജിപ്പിച്ച് അത് ഇത്തിരി കൂടി ഉദ്ഘാടനം ചെയ്തത്. അദാനിയുടെ ഒപ്പം ഇരുന്ന് പിണറായി വിജയൻ, അദാനിയുടെ മോന്റെ ഒപ്പം ഇരുന്നിട്ടാണെന്ന് തോന്നുന്നു പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തത്. അപ്പോ ഇതിൽ ഒരു പാർട്ടിക്കാരും, അതായത് ഇപ്പോൾ കോൺഗ്രസിനും BJP-നും നമ്മളിതിൽ അക്യൂസ് ചെയ്യുമ്പോൾ CPM-നും അവരുടെയും കൈകൾ ശുദ്ധമാണെന്ന് എനിക്ക് പറയാനില്ല. കാരണം അവർക്കും പൈസ കിട്ടിയിട്ടുണ്ടാവാം. കാരണം ഇപ്പൊ നമുക്ക് ഇന്റർനാഷണൽ ലെവൽ പൊളിറ്റിക്സും അല്ലെങ്കിൽ ഹിസ്റ്ററിയും അല്ലെങ്കിൽ ബോധമുള്ളതുകൊണ്ട് പിണറായി വിജയനും അവരുടെ ടീംസിനും പൈസ കിട്ടിയിട്ടുണ്ടാവും എന്ന് തന്നെയാണ് എൻ്റെ ഒരു നിഗമനം. പറഞ്ഞു മനസ്സിലായില്ല. അതിന് തെളിവുകളൊന്നുമില്ല. അവർ പ്രത്യക്ഷത്തിൽ അദാനിനെ കുറ്റം പറയുന്നുണ്ടെങ്കിലും അതൊരു ഘടകം. അപ്പൊ ഇതിലുള്ളൊരു കൺസേൺ ഇത്ര ഉള്ളൂ. അതായത് ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും വികസനം വേണമെങ്കിലും അല്ലെങ്കിൽ ഒരു നാട് നന്നാവണമെങ്കിലും കോർപ്പറേറ്റ്സ് അല്ലെങ്കിൽ ബിസിനസ് വേണം. അതിപ്പോ പ്യുവർലി നമ്മുടെ കമ്മ്യൂണിസം വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് റഷ്യ, ചൈന ഇവിടെ ഒക്കെ ഇത്രയും വികസനം വന്നത് കമ്മ്യൂണിസം കൊണ്ടല്ല. അവിടെ ഈ കോർപ്പറേറ്റ്സും ബിസിനസ്സും ട്രേഡ് നടന്നുകൊണ്ട് മാത്രമാണ്. നിങ്ങൾ ബുദ്ധി ഉപയോഗിച്ച് ചിന്തിച്ചാൽ മനസ്സിലാവും. പറഞ്ഞ മനസ്സിലായി. ഒപ്പം തന്നെ ഈ കോർപ്പറേറ്റ്സിന്റെ എന്താ പറയാ കുറെ നയങ്ങളെ ചെറുത്താൻ കമ്മ്യൂണിസം വേണം. രണ്ടും വേണം. പറഞ്ഞ മനസ്സിലായില്ലേ? അപ്പൊ കേരള പൊളിറ്റിക്സിൽ ഇനി അങ്ങോട്ട് അദാനി എന്ന് ഒരുപാട് കേൾക്കാൻ പറ്റും. അദാനിയുടെ ഒപ്പം പല പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ പേരും കേൾക്കാം. ഇപ്പൊ VD സതീശന്റെയും അല്ലെങ്കിൽ വേറെ BJP ആൾക്കാരുടെ ഒക്കെ പേര് കേൾക്കുന്നുണ്ടെങ്കിലും ഭാവിയിൽ പിണറായി വിജയന്റെ പേരും കേൾക്കാം, അല്ലെങ്കിൽ സമുദായ നേതാക്കളുടെ പേരും കേൾക്കാം. എല്ലാവരുടെ പോക്കറ്റിക്കും പൈസ കിട്ടും. പറഞ്ഞു മറ്റേ CMRL കാര്യം പറഞ്ഞ പോലെ CMRL ഇപ്പോ വീണ വിജയനെ CMRL എക്സോളജിക്കല് വീണ വിജയനെ പറയുന്നുണ്ടെങ്കിലും ഇപ്പൊ ഷോൺ ജോർജ് വലിയ കാര്യത്തിൽ വീണ വിജയന്റെ തലക്കിടല്ല. എല്ലാ പാർട്ടിക്കാർക്കും പൈസ കൊടുത്തിട്ടുണ്ടെന്ന് അറിയാൻ സാധിച്ചത്. അത് BJP-ക്കും കോൺഗ്രസിനും CPM-നും ഒക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. നമ്മൾ വിശുദ്ധരെന്ന് കാണുന്ന പല നന്മമരങ്ങളായ മുഖങ്ങളുള്ള രാഷ്ട്രീയ നേതാക്കൾക്കും എസ്പെഷ്യലി കോൺഗ്രസിൽ ചില നന്മമരങ്ങളുണ്ടല്ലോ, എന്നിട്ട് അറിയാലോ ആൾക്കാർക്ക്, അവർക്ക് വരെ പൈസ കിട്ടിയതായിട്ട് അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനൊന്നും വ്യക്തമായ തെളിവുകളില്ലെങ്കിലും ഈ പിണറായി വിജയൻ ആൾക്കാർ ആരോപിക്കുന്ന അതേ ആരോപണങ്ങൾ ഉന്നയിക്കാവുന്ന തെളിവുകളുണ്ട്. പറഞ്ഞു മനസ്സിലായില്ല? അന്ന് PV, OC പിന്നെ എന്നിട്ട് VC, VD അങ്ങനെയൊക്കെ കണ്ടായിരുന്ന ആൾക്കാർ. അപ്പോ ഇതിലെല്ലാം ഈ ഒരു കാര്യം വരുമ്പോൾ, അതായത് പൈസയുടെ കാര്യം വരുമ്പോ അല്ലെങ്കിൽ ഈ കോർപ്പറേറ്റ്സിന്റെ കാര്യം വരുമ്പോ ഉള്ളിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഒന്നാണ്. അത് ജനം മനസ്സിലാക്കുക. അപ്പൊ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ്, വികസനവും അല്ലെങ്കിൽ കോർപ്പറേറ്റ്സും ബിസിനസ്സും അല്ലെങ്കിൽ നാടിന്റെ ഡെവലപ്മെന്റ് ഇതൊക്കെ ആവശ്യമാണ്. ഒപ്പം തന്നെ അതിലൂടെ വരുന്ന, അതായത് ഈ കോർപ്പറേറ്റ്സ് കൊണ്ടുവരുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ടയാണ് ഇതിൽ ആൾക്കാർ ശ്രദ്ധയോടുകൂടി വീക്ഷിക്കേണ്ടത്. പറഞ്ഞു മനസ്സിലായില്ലേ?